ഹലോ മക്കളെ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ 2024 ചോദിച്ച IT ചോദ്യങ്ങളാണ്. കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ചോദ്യങ്ങളും പരിചയപ്പെട്ടു പോവുക. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോ പോസ് ചെയ്തിട്ട് ആ ചോദ്യങ്ങളൊക്കെ എഴുതിയെടുത്ത് പഠിക്കാവുന്നതാണ്. നല്ല പോലെ പഠിക്കുക. അതേപോലെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ഈ ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പരിചയപ്പെട്ടു പോവുക. കാരണം IT ആണ്, IT-യുമായി ബന്ധപ്പെട്ട് നിരന്തരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് പോയി കാണുക. നമ്മൾ അന്ന് ചോദിച്ച 2024 ചോദിച്ച ആ ചോദ്യങ്ങളിലോട്ട് എന്ത് ചെയ്യാണ്, ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ നോക്കുക, ഇവിടെ കൊടുത്തിട്ടുണ്ട് 2024 IT ക്വിസ് UP തലം എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ സബ് ജില്ലയിലോ ജില്ലയിലോ ഒക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളായിട്ട് വരിക, അത് നിങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് തുടങ്ങാം. IT ക്വിസ് 2024 ചോദ്യം 1. ചിത്രം കണ്ടിട്ടുണ്ടല്ലോ, എല്ലാവരും കണ്ടിട്ടുള്ള ചിത്രമായിരിക്കും. വാട്സപ്പ് ആപ്ലിക്കേഷനിൽ പുതുതായി വന്ന പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക AI. ഓക്കെ, AI അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി ചാറ്റ് ബോട്ട് സംവിധാനത്തിന്റെ ലോഗോവാണിത്. ഈ സംവിധാനത്തിന്റെ പേര് എന്താണ് എന്നാണ് ചോദ്യം. AI ആണ്. നിങ്ങൾ വേറെ രീതിയിൽ വേറെ ജെമിനിന്നോ അങ്ങനെ ആ രീതിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പോകേണ്ട ആവശ്യമില്ല. പേര് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കൊന്ന് നോക്കാം. പേര് ഇതാണ്, മെറ്റ AI. ഓക്കെ, മെറ്റ AI. നമുക്കറിയാം മെറ്റ എന്നുള്ള കമ്പനിക്ക് കീഴിലാണ് വാട്സപ്പ്, അതേപോലെ ഇൻസ്റ്റാഗ്രാം എന്നിവയൊക്കെ ഉള്ളത്. ഇപ്പോൾ എന്താണ്, ട്വിറ്ററും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. ദെൻ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എവിടെ പോയാലും കാണുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ബീച്ചിൽ പോവുകയാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു കാര്യം കാണാൻ പറ്റും. വീഡിയോ ആയിട്ട് യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചോദ്യം, പഠനം കൂടുതൽ രസകരവും ഫലപ്രദവുമാക്കുന്നതിന് ഉപയോഗിക്കാവുന്ന ഒരു ഉപകരണമാണ് ചിത്രം. ഈ ഒരു ഉപകരണത്തിന്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പേരറിയോ? ഓക്കെ, ഏതാണ് ഈ ഉപകരണം? ഇത് ഒരു വിനോദ ഉപാധി കൂടിയാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഞാൻ അപ്പൊ പറയുന്നില്ല, ഉത്തരം നമുക്ക് നോക്കാം. യെസ്, VR ബോക്സ് ഓ വെർച്വൽ റിയാലിറ്റി ബോക്സ്. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, വെർച്വൽ റിയാലിറ്റി ബോക്സ്. അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 3. നിങ്ങൾ ചിത്രം കൃത്യമായിട്ട് നോക്കുക. മനസ്സിലായിട്ടുണ്ടോ എന്ന് തോന്നുന്നുണ്ട്. നമ്മളെ CPU-യുടെ ഉള്ളിൽ ഉള്ള ഒരു സംവിധാനമാണ്. ചോദ്യം നോക്കാം. കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന ടെമ്പററി സ്റ്റോറേജ് ഡിവൈസിന്റെ ചിത്രമാണ് നൽകിയിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പേര്? അല്ലേ, നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കാം. എന്താണ് പേര്? യെസ്, ഉത്തരം റാം എന്നാണ്. റാമിന്റെ ഫുള്ള് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ്. അതേപോലെ മറ്റൊന്നുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, റോം. എന്താണിത്? ഓ വ്യത്യാസമുണ്ട്, റീഡ് ഓൺലി മെമ്മറി എന്നാണ്. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കാം. ചോദ്യം നമ്പർ 4. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം ഏത്? ചിത്രം കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ അറിയില്ല. ഇന്ത്യയിലെ സിലിക്കൺ വാലി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ. ഉത്തരം യെസ്, ബംഗളൂരു. ഓക്കെ, ബംഗളൂരു ആണ് സിലിക്കൺ വാലി എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. 5ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ UP ക്ലാസ്സിൽ പരിചയപ്പെട്ടു പോയതാണ്. എന്തുമായി ബന്ധപ്പെട്ട്? യെസ്, മാത്സുമായി ബന്ധപ്പെട്ട്. കമ്പ്യൂട്ടറിൽ ഗണിത രൂപങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഐക്കൺ ആണ് തന്നിരിക്കുന്നത്. സോഫ്റ്റ്വെയർ ഏതാണ്? ഇത് കണ്ടാൽ തന്നെ മതി നമുക്ക്, അല്ലെ? ഉത്തരത്തിലോട്ട് പോയാലോ? യെസ്, ഉത്തരം ജിയോജിബ്ര. ഓക്കെ, ജിയോജിബ്രയുടെ ചിത്രമാണത്. നിങ്ങൾ എല്ലാവരും മാത്ത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ IT-യുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പരിചയപ്പെട്ട് പോകേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ജിയോജിബ്ര. ചോദ്യം നമ്പർ 6 നോക്കാം. കേരള മന്ത്രിസഭയിൽ വിവര സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ IT വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ഓർത്തു വയ്ക്കുക, ഈ മന്ത്രി എന്ന് പറഞ്ഞാൽ ചെറിയ മന്ത്രിയൊന്നുമല്ല. ആരാണ്? യെസ്, മുഖ്യമന്ത്രി തന്നെയാണ്, സഖാവ് പിണറായി വിജയൻ. ഓക്കെ, പിണറായി വിജയൻ അദ്ദേഹമാണ് ഈ ഒരു മേഖല കൈകാര്യം ചെയ്യുന്നത്. അടുത്ത ചോദ്യം, 7ാമത്തെ ചോദ്യം. ഇത് കാണാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, അല്ലേ? നമ്മൾ വാഹനമൊക്കെ ഉള്ള ഉടമകളാണ്, വാഹനം വീട്ടിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചിത്രം കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പരിചയപ്പെടണം. ആൻഡ്രോയിഡ് ആപ്പായിട്ട് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്.
വാഹന സംബന്ധമായ വിവരങ്ങൾ ഡിജിറ്റലായി സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നതിന് മോട്ടോർ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണിത്. ഈ ആപ്പിന്റെ പേര് എന്താണ്? അറിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഉത്തരം എം പരിവാഹൻ. ഓക്കെ, എം പരിവാഹൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നെക്സ്റ്റ് ജെൻ എം പരിവാഹൻ. ഓക്കെ, പുതിയ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, 8ാമത്തെ ചോദ്യമാണ്. ചിത്രം നോക്കുക. കമ്പ്യൂട്ടിങ്ങിന്റെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന ACMAM ടൂറിംഗ്. ഓക്കെ, ACMAM ടൂറിംഗ്. ഈ അവാർഡ് ജേതാവാണ് ഈ ഒരു വ്യക്തി. ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണ്, അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ പേര് എന്താണ്? നോബൽ സമ്മാനം നോക്കുക, കമ്പ്യൂട്ടിങ്ങിന്റെ നോബൽ സമ്മാനം. ഓക്കെ, നമുക്കൊന്ന് നോക്കാം ആരാണ് വ്യക്തി. ഉത്തരം ദബ്ബാല രാജഗോപാൽ രാജ് റെഡ്ഡി. ഓക്കെ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് രാജ് റെഡ്ഡി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിച്ചു വയ്ക്കുക, മനസ്സിലാക്കി വയ്ക്കുക. 9ാമത്തെ ചോദ്യമാണ്. ഓക്കെ, ഭൂമിയിലെ വസ്തുക്കളുടെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കാൻ സഹായിക്കുന്ന ഉപഗ്രഹ സംവിധാനമാണ് GPS. ഓക്കെ, കൃത്രിമ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള സിഗ്നലുകൾ പ്രയോജനപ്പെടുത്തിയാണ് ഇത് സാധ്യമാക്കുന്നത്. എന്താണ് GPS-ന്റെ പൂർണ്ണരൂപം? ഓക്കെ, നിങ്ങൾ ഇത് മൊത്തം പഠിച്ചിട്ടില്ലെങ്കിലും എന്ത് ചെയ്യുക, GPS-ന്റെ പൂർണ്ണരൂപമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഉത്തരം ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഓക്കെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റമാണ് GPS എന്ന പേരിൽ അറിയപ്പെടുന്നത്. മനസ്സിലാക്കി വെക്കാലോ സിമ്പിളായിട്ട്. ഓക്കെ, അടുത്ത ചോദ്യം, ചോദ്യം നമ്പർ 10. എന്താണ് ചോദ്യം? ഇന്ത്യയിലെ ആദ്യത്തെ IT പാർക്ക്, നമുക്കറിയാം, അതിന് ടെക്നോ പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ ഒരു ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ചോദ്യം, ഏത് ജില്ലയിലാണ് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? നിങ്ങൾ 2 കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ടെക്നോ പാർക്ക്, അതേപോലെ എന്താണ് ഇൻഫോ പാർക്ക്. ഓക്കെ അല്ലേ? അപ്പോൾ ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഓർത്തു വയ്ക്കുക, തിരുവനന്തപുരത്താണ് ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇൻഫോ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് എവിടെ കമൻറ്റ് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. കൈറ്റിന് പുരസ്കാരം. സർക്കാർ രംഗത്ത് IT സംരംഭങ്ങൾക്കുള്ള 2024 ടെക്നോളജി സഭ ദേശീയ പുരസ്കാരം കൈറ്റിന് ലഭിച്ചു. ഏത് പദ്ധതിക്കാണ് ഈ പുരസ്കാരം ലഭിച്ചത്? ഓക്കെ, അതായത് നമുക്കിവിടെ അറിയാം, കൈറ്റിൻ്റെ കൈറ്റ് ലഭിച്ച ആ ഒരു പുരസ്കാരം K. അൻവർ സാദത്ത് CEO ഏറ്റുവാങ്ങുന്ന ചിത്രം കൊടുത്തിട്ടുണ്ട്. ഏത് പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഉത്തരം റോബോട്ടിക്സ് ആൻഡ് AI ലേണിംഗ് പ്രൊജക്റ്റ്. റോബോട്ടിക്സ് ആൻഡ് AI ലേണിംഗ് പ്രൊജക്റ്റ് ഓർ പഠന പദ്ധതി. മനസ്സിലാക്കി വയ്ക്കുക. നോക്കുക, 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1.5 ലക്ഷത്തോളം തിരഞ്ഞെടുത്ത രചനകൾ 2024 മാർച്ച് മാസത്തിൽ സ്കൂൾ വിക്കിയിൽ ചേർത്തിട്ടുണ്ട്. ഏത് പേരിലാണ് ഇവ സ്കൂൾ വിക്കിയിൽ ചേർത്തിട്ടുള്ളത്? ഓർത്തു വയ്ക്കുക, 1ാം ക്ലാസ്സിലെ കുട്ടികളുടെ 1.5 ലക്ഷത്തോളം തിരഞ്ഞെടുത്ത രചനകൾ. ഓക്കെ, ഓർത്തു വയ്ക്കുക. ഉത്തരം കുഞ്ഞെഴുത്തുകൾ. ഓക്കെ, കുഞ്ഞെഴുത്തുകൾ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് സ്കൂൾ വിക്കി നിങ്ങൾക്ക് തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്താൽ നിങ്ങളുടെ സ്കൂളിൻ്റെയൊക്കെ കിട്ടും. ഒന്ന് മനസ്സിലാക്കി വെക്കുക. ചോദ്യം നമ്പർ 13. ചിത്രം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ കമ്പ്യൂട്ടർ തുറന്നിട്ടുണ്ടെങ്കിൽ, അറ്റ്ലീസ്റ്റ് തുറന്നിട്ടുണ്ടെങ്കിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കൃത്യമായിട്ട് നിങ്ങൾ IT പഠിക്കുന്ന സമയത്ത് ഇത് പരിചയപ്പെട്ടു പോകുന്നുണ്ട്. വിവരങ്ങൾ ക്രമീകരിക്കാനും വിശകലനം ചെയ്യാനും GNU ലിനക്സിൽ ലഭ്യമായ ഒരു സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിൻ്റെ ഐക്കണാണിത്. സോഫ്റ്റ്വെയറിൻ്റെ പേരെന്താണ്? GNU ലിനക്സിൽ ലഭ്യമായ സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ ആണ്. പേര് നിങ്ങൾ പറഞ്ഞോളൂ. ഉത്തരം ലിബർ ഓഫീസ് കാൽക്ക്. ലിബ്രെ ഓഫീസ് കാൽക്ക് നമ്മളെങ്ങനെയാണ് പറയാം, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് എഴുതാം. ഓക്കെ, ഉത്തരം ലിബ്രെ ഓഫീസ് കാൽക്ക്. ഓക്കെ, അടുത്ത ചോദ്യം 14. നൂതന കമ്പ്യൂട്ടിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്നീ മേഖലകളിൽ ഗവേഷണങ്ങളും പരിശീലനങ്ങളും നടത്തുന്ന സ്ഥാപനമാണ് CDAC. ഓക്കെ, ഇതിന്റെ ആസ്ഥാനം ഓർ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? CDAC-ന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം നമുക്ക് നോക്കാം. 14ാമത്തെ ഉത്തരം പൂനെ. അപ്പോൾ ഓർത്തു വയ്ക്കുക, CDAC പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം 15ാമത്തെ ചോദ്യം.
തിരുവനന്തപുരത്ത് കേരള സ്റ്റേറ്റ് നിർമ്മിതി കേന്ദ്രയുടെ ക്യാമ്പസിൽ നിർമ്മിച്ച അമേസ് 28 എന്ന കെട്ടിടത്തിന്റെ ചിത്രമാണിത്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ച ടെക്നോളജി ഏതാണ്? അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു പ്രത്യേകതയൊക്കെ ഉണ്ടാവും ആ ഒരു ടെക്നോളജിക്ക്. ഉത്തരം യെസ്, 3D പ്രിന്റിംഗ് ടെക്നോളജി. ഓക്കെ, 3D പ്രിന്റിംഗ് ചെറിയ കാര്യമൊന്നുമല്ല. നമ്മളൊക്കെ യൂട്യൂബിലും വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വളരെ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനത്തിലൂടെയാണ് ഇത് നിർമ്മിച്ചെടുത്തിട്ടുള്ളത്. ഉത്തരം യെസ്, 3D പ്രിന്റിംഗ് ടെക്നോളജി. അടുത്ത ചോദ്യം നിങ്ങൾ നോക്കുക. ഇന്റർനെറ്റിൽ വിവരങ്ങൾ തിരഞ്ഞു കണ്ടെത്തുന്നതിനുള്ള സംവിധാനങ്ങളാണ് സെർച്ച് എഞ്ചിനുകൾ, സെർച്ച് എഞ്ചിൻസ് അല്ലേ. തന്നിരിക്കുന്നവയിൽ സെർച്ച് എഞ്ചിൻ ഏതാണെന്ന് കണ്ടെത്തുക. ഓക്കെ, ഇത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, കാരണം നിങ്ങൾ അത് പരിചയപ്പെടാത്ത ഒരു സെർച്ച് എഞ്ചിനാണ്. സ്പോട്ടിഫൈ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, സൂം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, വാട്സപ്പ് എന്താണെന്ന് അറിയാം, പക്ഷേ ഡക്ക് ഡക്ക് ഗോ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഡക്ക് ഡക്ക് ഗോ ഒരു സെർച്ച് എഞ്ചിനാണ്. ഓക്കെ, നമ്മൾ മൊസില്ല ഫയർഫോക്സ് പറയുന്ന പോലെ, ഗൂഗിൾ ക്രോം പറയുന്ന പോലെ ഒരു സെർച്ച് എഞ്ചിനാണെന്ത്, അല്ലെങ്കിൽ ഗൂഗിൾ പറയുന്ന പോലെ ഒരു സെർച്ച് എഞ്ചിനാണെന്ത്, ഡക്ക് ഡക്ക് ഗോ എന്നുള്ള സെർച്ച് എഞ്ചിൻ. നമ്മൾ തിരയാനായിട്ട് എടുക്കുന്ന ഒരു ഉപാധി. രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണക്കാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ തന്നിരിക്കുന്നു. ഇത് ഏതാണ്? കളർ പെയിന്റ് ആണോ, മാർബിൾ ആണോ, ടർട്ടിൽ ബ്ലോക്ക് ആണോ, ഓർക്കുലർ ആണോ? ഇതൊക്കെ നമ്മൾ പരിചയപ്പെട്ടു പോകുന്ന സോഫ്റ്റ്വെയറുകളാണ്. അപ്പോൾ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ആകാശ ദൂരം കണക്കാക്കാൻ സഹായിക്കുന്ന സോഫ്റ്റ്വെയർ മാർബിൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചിത്രം കണ്ടാൽ തന്നെ എന്ത് ചെയ്യും, മനസ്സിലാവും. ഓക്കെ, അടുത്ത ചോദ്യം 18. പൊതുവിദ്യാഭ്യാസ വകുപ്പും കൈറ്റും ചേർന്ന് തയ്യാറാക്കിയ ഡിജിറ്റൽ വിഭവ പോർട്ടൽ ഏതാണ്? ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പേര് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട് അല്ലേ. നിങ്ങൾ കണ്ട ആ ഒരു കാര്യം ഉത്തരം സമഗ്ര പ്ലസ് ആണ് കേട്ടോ. സമഗ്ര പ്ലസ് എന്നുള്ള രീതിയിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഓർത്ത് വയ്ക്കുക, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫോം. 19ാമത്തെ ചോദ്യം. ഓപ്പൺ AI-യുടെ ഇപ്പോഴത്തെ CEO ആരാണ്? ചിത്രം കൊടുത്തിട്ടുണ്ട്, ആരാണ് ഈ ഒരു വ്യക്തി? ഉത്തരം യെസ്, നമുക്ക് നോക്കാം, സാം ആൽട്ട്മാൻ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ വലിയ പേരാണ് സാമുവൽ ഹാരിസ് ആൽട്ട്മാൻ. ഓക്കെ, അപ്പോൾ 20ാമത്തെ ചോദ്യമാണ്. ആധാർ പൊതുവിതരണ സമ്പ്രദായത്തിലാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകൾ റേഷൻ കടകൾ വഴി ഭക്ഷണവസ്തുക്കൾ അല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്യുന്നത്. നിങ്ങളൊക്കെ റേഷൻ കടകൾ പോകുന്ന സമയത്ത് നിങ്ങൾ വിരൽ പതിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുക, ഭക്ഷണം വാങ്ങാറുള്ളത് അല്ലേ, ഭക്ഷ്യവസ്തുക്കൾ ഭക്ഷണമല്ല ഭക്ഷ്യവസ്തുക്കൾ വാങ്ങാറുള്ളത്. ഇതിനുപയോഗിക്കുന്ന ഉപകരണമാണ് ചിത്രത്തിലുള്ളത്. ഇത് നിങ്ങൾ മിക്കവാറും എന്ത് ചെയ്തില്ല, കണ്ടിട്ടുണ്ടാവുമെങ്കിലും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല ഈ ഒരു ഉപകരണം. എന്താണ് ഈ ഒരു ഉപകരണത്തിന്റെ പേര്? ഉത്തരം ഇപോസ്. ഓക്കെ, ഇപോസ് മെഷീൻ ആണ്. നിങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ഇപോസ് മെഷീൻ കാണാൻ പറ്റും. ഇപോസിന്റെ ഫുള്ള് ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. ഓക്കെ, ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ മെഷീൻ. ഇനി നമുക്ക് അവസാന ഭാഗമാണ്. ടൈ വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഇട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം. കമ്പ്യൂട്ടറുകളിലെ പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ട് ഡിവൈസ് ആയ മൗസ് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ചെറിയ ചോദ്യമൊന്നും അല്ല അല്ലേ. ഇതുവരെ പരിചയപ്പെട്ടതിലുള്ള അത്യാവശ്യം നല്ല ചോദ്യമാണ്, നിങ്ങളൊക്കെ പരിചയപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. ഉത്തരം ഡഗ്ലസ് എംഗൽബർഗ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ചിത്രം കൊടുത്തിട്ടില്ലെങ്കിൽ പോലും ഈ ഒരു രീതിയിലാണ് പഴയ ആ ഒരു ഇതുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ മൗസ് കണ്ടുപിടിച്ച വ്യക്തി നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക, ഡഗ്ലസ് എംഗൽബർട്ട്. രണ്ടാമത്തെ ചോദ്യം. വളരെ പ്രശസ്തനായ, നിങ്ങളൊക്കെ ചിത്രത്തിൽ പലയിടങ്ങളിൽ കണ്ട ആളാണ് ചിത്രത്തിലുള്ളത്. ഈ വ്യക്തി തിരിച്ചറിയാം. സ്പേസ് എക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സ്പേസ് എക്സ് എന്ന കമ്പനിയുടെ സ്ഥാപകനാണ്. ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകൾ നിർമ്മിച്ച കമ്പനിയായ ടെസ്ല മോട്ടോഴ്സിന്റെ CEO ആണ്. ആരാണ് വ്യക്തി എന്നാണ് ചോദ്യം. ഉത്തരം എലോൺ മസ്ക്. ഓക്കെ, ചെറിയ തലയൊന്നുമല്ല, ഓർത്തു വയ്ക്കാം. ചോദ്യം T3. ഇന്ത്യൻ ഭാഷകൾ പിന്തുണയ്ക്കുന്ന AI ടൂളുകൾ ഉൾപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ് പോർട്ടൽ ഏതാണ്? ഓക്കെ, ഭൈരവിയാണോ, ഇന്ത്യൻ AI ആണോ, അനുവാദിനിയാണോ, കനിനിയാണോ? ഓക്കെ, ഓർത്തു വയ്ക്കാം, ഭാഷകൾ വെച്ചിട്ടുള്ളത് അനുവാദിനി ആണ്. ഓക്കെ, ഓർത്തു വയ്ക്കാം, അനുവാദിനി.
AI ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ വർഷവും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. മോസില്ല ഫൗണ്ടേഷൻ വികസിപ്പിച്ചെടുത്ത ഒരു ഓപ്പൺ സോഴ്സ് ഇമെയിൽ ക്ലയന്റ് സോഫ്റ്റ്വെയറിന്റെ ലോഗോ ആണ് ചിത്രത്തിലുള്ളത്. ഈ സോഫ്റ്റ്വെയർ ഏതാണ്? ഓക്കെ, നിങ്ങൾക്ക് ചിത്രത്തിൽ നോക്കിയാൽ തന്നെ ലെറ്ററുമായി ബന്ധപ്പെട്ട് ഒരു ഈഗിളൊക്കെ നിൽക്കുന്ന ഒരു ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരം തണ്ടർ ബേർഡ് മെയിൽ. എവിടെയും കേട്ടിട്ടുണ്ടോ അറിയില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. തണ്ടർ ബേർഡ് മെയിലാണ്. T5 അവസാന ചോദ്യം ഇതോടെ വെച്ച് നമുക്ക് അവസാനിക്കുകയാണ്. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് റോബോട്ടിക്സ് പരിശീലനത്തിനായി സ്കൂളുകളിൽ നൽകിയിരിക്കുന്ന ഒരു ഉപകരണമാണ് ചിത്രത്തിലുള്ളത്. ഈ ഉപകരണത്തിന്റെ പേരെന്താണ്? ഓക്കെ, റോബോട്ടിക്സ് പരിശീലനത്തിനായി നൽകിയ ഈ ഉപകരണത്തിന്റെ പേര് ആർഡിനോ യൂനോ എന്നാണ്. ഓക്കെ, ആർഡിനോ യൂനോ. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും പേര് എഴുതിയാൽ മതി. ഇതിലേതെങ്കിലും പേര് എഴുതിയാൽ എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് അന്ന് ചോദിച്ച ചോദ്യങ്ങൾ. ഓക്കെ, ദെൻ കൂട്ടത്തിലുള്ള കുറച്ച് ചോദ്യങ്ങളൂടെ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ച് പോയാൽ മതി. ഓക്കെ, എന്തൊക്കെയാണ് എന്നുള്ളത്. യുനിക്സ് പ്രോഗ്രാമിന്റെ ചരിത്രത്തെയും സംസ്കാരത്തെയും കുറിച്ചുള്ള ഒരു ഗ്രന്ഥമാണ് ദ ആർട്ട് ഓഫ് യുനിക്സ് പ്രോഗ്രാമിംഗ്. രചയിതാവ് ആരാണ്? ഓക്കെ, 4 ആളുകളുടെ പേര് നൽകിയിട്ടുണ്ട്. ആരാണ് ആ ഒരു വ്യക്തി? ഉത്തരം എറിക് എസ് റെയ്മോണ്ട്. ചോദ്യം 2 നൽകിയിട്ടുണ്ട്. ChatGPTയുടെ ലോഗോയാണിത്. GPT എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഇത് നിങ്ങൾക്ക് ഞാൻ ഹോംവർക്കായിട്ട് തരുന്നു. ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കണ്ടുപിടിച്ച് ഒന്ന് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ChatGPTയിൽ GPTയുടെ പൂർണ്ണ രൂപം: ജനറേറ്റീവ് പ്രീ ട്രാൻസ്ഫോംഡ് ട്രെയിനേഴ്സ്, ജനറൽ പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ്, ജനറൽ പ്രോ ട്രാൻസ്ഫോംഡ് ട്രെയിനിങ്, ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമേഴ്സ്. സോ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നല്ല മക്കളായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. സൂപ്പർ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്ക് നല്ല അടിപൊളി മറ്റൊരു വീഡിയോ ആയി കണ്ടുമുട്ടാം. സി യു ദെൻ, ബൈ.